നമസ്കാരം. സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദുക്കൾ ബഹുദൈവ വിശ്വാസികളാണോ? ഇതാണ് ഇന്നത്തെ വിഷയം. എന്തെങ്കിലും ഒന്ന് വിശ്വസിക്കണമെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക. അതിനെ പലരും പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നെന്ന് മാത്രം. അംഗീകാരത്തിൻ്റെ മുന്നോടിയായിട്ടാണ് വിശ്വസിക്കുക. നമ്മൾ ഒരാളൊരു ഭക്ഷണം കൊണ്ടുവന്ന് തരുന്നു, നമ്മളത് സ്വീകരിക്കുന്നു. സ്വീകരിക്കുന്നതിന് മുമ്പ് അത് വിശ്വസിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ബഹുദൈവം എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. ഭാരതീയ സനാതന സങ്കല്പപ്രകാരം ഏകം സത്ത്, ഒന്നേ ഉള്ളൂ, ആകെ ഒന്നേ ഉള്ളൂ, അത് ദൈവമാണ്. ദൈവം ഒന്നേ ഉള്ളൂ എന്നല്ല, ആകെ ഒന്നേ ഉള്ളൂ, അത് ദൈവമാണ്. കാരണം അരൂപമായിട്ട് നിറഞ്ഞു നിൽക്കുക ചെയ്യുന്നത്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. ആ ചൈതന്യത്തിനെ പല പേരുകളിൽ പല ഭാവത്തിൽ നമ്മൾ വീക്ഷിക്കുന്നു. അതാണ് പറയുന്നത് ഏകം സത്ത് വിപ്ര ബഹുധ വദന്തി. സത്യം ഒന്നേ ഉള്ളൂ, പണ്ഡിതന്മാർ അതിനെ പല രൂപത്തിൽ പറയുന്നു എന്ന് മാത്രം. ഒരു കുളത്തിൽ കുടം ഇറക്കി വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? കുടത്തിനുള്ളിലുള്ളതും കുടത്തിന് പുറത്തുള്ളത്, അതായത് കുളത്തിന് ഉള്ളിലുള്ള ജലം ഒന്ന് തന്നെ എന്ന് പറഞ്ഞ പോലെ ഈ പ്രപഞ്ചമാകുന്ന കുളത്തിനുള്ളിലാണ് നമ്മളെല്ലാം, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വചരാചരങ്ങളും ഉള്ളത്. അപ്പം നമ്മുടെ ഈ ശരീരത്തിനകത്തുള്ളതും പുറത്തുള്ളതും അതേ ചൈതന്യം തന്നെയാണ്. അതാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ പറയാൻ കാരണം. ഞാൻ ബ്രഹ്മമാകുന്നു, കാരണം എൻ്റെ ഈ ശരീരത്തിനുള്ളിലുള്ളത് അത് തന്നെയാണ്. തത്വമസി, നീയും അതാകുന്നു, നിൻ്റെ ഈ ശരീരത്തിനകത്തുള്ളതും അത് തന്നെയാണ്. ഇതാണ് ഈ വാക്യങ്ങളുടെ അർത്ഥം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മത്തിനകത്താണ്. നമ്മൾ തന്നെ ബ്രഹ്മമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള ആ ബ്രഹ്മത്തിനെ നമ്മൾ ഉപാസിക്കുവാൻ, ബ്രഹ്മത്തിന് പല ഗുണങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ജീവിതത്തിന് ആവശ്യമുള്ള പല ഘടകങ്ങളുണ്ട്. ആദ്യം വേണ്ടത് നമുക്ക് വിദ്യാഭ്യാസമാണ്, ബ്രഹ്മചര്യം എന്ന് പറയുന്ന കാലഘട്ടം. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വിദ്യ ലഭിക്കണമേ, അല്ലെങ്കിൽ സത്തായ ബുദ്ധി എനിക്കുണ്ടാകണമേ എന്ന് വിദ്യാദേവതയോട് നമ്മൾ അഭ്യർത്ഥിക്കുന്നു, സരസ്വതിയോട്. ഈ സരസ്വതി ആരാണ്? ഈശ്വരൻ്റെ വിദ്യ എന്ന ഭാവത്തെയാണ് നമ്മൾ എടുക്കുന്നത്. അത് യാതൊരു വിഘ്നങ്ങളും കൂടാതെ മുന്നോട്ട് പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഘ്നേശ്വരനെയും നമ്മൾ പ്രാർത്ഥിക്കുന്നു. വിഘ്നങ്ങൾ ഇല്ലാതെയാകണം. അപ്പോൾ ഈ സരസ്വതി എന്ന് പറയുന്നതും വിഘ്നേശ്വരൻ എന്ന് പറയുന്നതും സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മത്തിനെ രണ്ട് ഭാവത്തിൽ നമ്മൾ സ്വീകരിക്കുന്നു. അത് പാടില്ല എന്ന് എങ്ങനെയാണ് പറയുക? കാരണം പ്രപഞ്ചത്തിൽ വിവിധ രൂപത്തിലാണ് ഉള്ളത്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തെ രാമൻ്റെ ഉള്ളിലുള്ളതും രാവണൻ്റെ ഉള്ളിലുള്ളതും ഒന്ന് തന്നെ. അവിടെ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘടനമാണ്. അതിൽ ധർമ്മം വിജയിക്കുന്നു. എപ്പോഴും സത്തായത വിജയിക്കുക. ആ കഥയിലൂടെ നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ്. നമ്മളിപ്പോഴും ധർമ്മമാണ് പ്രവർത്തിക്കേണ്ടത്, അധർമ്മമല്ല. അപ്പോൾ എന്താണ് ധർമ്മം എന്നുള്ളത് നമ്മൾ ജ്ഞാനം, അറിവ് സ്വീകരിക്കുക. ഏറ്റവും വലിയ അറിവ് എന്താണ്? ഇത് തന്നെയാണ് ഏറ്റവും വലിയ അറിവ്. ഈ പ്രപഞ്ചത്തിൽ സർവചരാചരങ്ങളിലും ഭാസിക്കുന്നത് അതേ ചൈതന്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോട് ദേഷ്യപ്പെടാൻ, ആരോട് അസൂയപ്പെടാൻ, ആരോട് കലഹിക്കാൻ? കാരണം എൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ് നിൻ്റെ ഉള്ളിലും. പിന്നെ ഞാൻ നിന്നോട് എന്തിന് ദേഷ്യപ്പെടണം? നിന്നോട് എന്തിന് അസൂയപ്പെടണം? അതിൻ്റെ ആവശ്യമില്ല.
അപ്പോൾ അങ്ങനെ ആ തത്വം നമ്മളിൽ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ പരമമായ അവസ്ഥ അതാണ് എന്നാണ് ഭാരതീയ സനാതനധർമ്മം പറയുന്നത്. ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റേതു മതത്തിൽപ്പെട്ട വ്യക്തികളായാലും തത്വമസി, നീയും അത് തന്നെ, നിൻ്റെ പേര് അബ്ദുറഹിമാൻ എന്നാണോ തോമസ് എന്നാണോ എന്ന് നമുക്ക് ബാധകമല്ല. പക്ഷെ നിൻ്റെ ശരീരത്തിനകത്തുള്ളതും അത് തന്നെയാണ്, ആ തേജസ് തന്നെയാണ്. ഈ വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാർത്ഥത എന്ന് പറഞ്ഞൊരു സാധനം ഭാരതീയ സനാതനധർമ്മത്തിലില്ല. എന്നാൽ നാട്ടിൽ ചിലപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി എന്ന് വരാം. കാരണം അത് അറിവില്ലായ്മയാണല്ലോ കാരണം. അറിവില്ലായ്മ കൊണ്ടാണ് സ്വാർത്ഥതയും എല്ലാം വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ സ്വാർത്ഥതയൊന്നുമില്ല. എൻ്റേതെന്ന് പറഞ്ഞ സാധനമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാം ഞാൻ തന്നെയാണ്. ഇപ്പം ഇവിടെ പറയുന്നുണ്ടല്ലോ, എൻ്റെ മതമാണ് നല്ലത്, എൻ്റെ പ്രാർത്ഥനാ രീതികളാണ് നല്ലത്. അതൊരു സ്വാർത്ഥത അവരവിടെ പറയുന്നു. അതൊന്നും സത്യങ്ങളല്ല. അങ്ങനെ നല്ലത് ചീത്തതൊന്നുമല്ല. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അത് തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, രാവണൻ്റെ ഉള്ളിലുള്ളതും രാമൻ്റെ ഉള്ളിലുള്ളതും അത് തന്നെയാണ്. ഈ തീവ്രവാദികളുടെ ഉള്ളിലുള്ളതും സജ്ജനങ്ങളുടെ ഉള്ളിലുള്ളതും അത് തന്നെയാണ്. എല്ലാം ആ ചൈതന്യം തന്നെയാണ്. പിന്നെ ആ ചൈതന്യം മാറാൻ കാരണം ഇപ്പോൾ വൈദ്യുതി ബൾബിൽ പ്രവേശിക്കുമ്പോൾ കത്തുന്നു. ആ ബൾബ് പല നിറത്തിലുണ്ടെങ്കിൽ പല രൂപത്തിലാണ് പ്രകാശം വരുന്നത്. അതൊന്നും വൈദ്യുതിയുടെ കുഴപ്പമോ ഗുണമോ അല്ല, ബൾബിൻ്റെ എന്ന് പറഞ്ഞ മാതിരി ഒരാളുടെ ശരീരം, ആ ശരീരത്തിന് ചില ഗുണദോഷങ്ങളുണ്ട്. അതിനനുസരിച്ച് അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ കർമ്മം ചെയ്യുന്നു. ഈ ശരീരത്തിനകത്ത് എത്തുമ്പോഴേക്കും മുൻ ജന്മ കർമാർജിതമായ കർമ്മഫലം കൂടി അവിടെ കിട്ടുന്നു. അതോടുകൂടിയിട്ട് രൂപം വേറെയാകുന്നു. ഇതൊക്കെയാണ് വേദാന്തപരമായ കാര്യങ്ങൾ. അങ്ങനെയാണ് അവൻ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ബഹുദൈവ വിശ്വാസമൊന്നുമില്ല. കാരണം ബഹുദൈവം എന്ന് പറഞ്ഞ സാധനമില്ല. നമ്മൾ അംഗീകരിക്കുന്നത് ഏകബ്രഹ്മത്തെയാണ്. ആ ഏകബ്രഹ്മത്തിൻ്റെ വിവിധ ഭാവങ്ങളെ നമ്മൾ ആരാധിക്കുന്നു. അതിനെന്താ കുഴപ്പം? എന്താണ്? ഈ പ്രപഞ്ചത്തിൽ ഞാനല്ലാതെ മറ്റൊന്നുമില്ല, അഹമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ എവിടെ പൂജിച്ചാലെന്താണ്? അല്ലേ? അതുകൊണ്ടാണ് വൈവിധ്യപൂർണമായിട്ടുള്ള ഒരാരാധനാ സമ്പ്രദായം ഭാരതീയ സനാതനധർമ്മത്തിലുള്ളത്. ഈ വേദാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല, സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അർദ്ധനാരീശ്വര സങ്കല്പം ഭാരതീയ സനാതനധർമ്മത്തിലേ ഉള്ളൂ, വേറെ എവിടെയില്ല. അതുകൊണ്ടാണ് ലോകം ഭാരതീയ സനാതനധർമ്മത്തെ ഇപ്പോൾ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. മതങ്ങളിൽ നിന്ന് വിട്ട് സനാതനധർമ്മത്തെ സ്വീകരിക്കാനും അംഗീകരിക്കാനും ലോകത്തിൽ പലരും തയ്യാറാകുന്നു. അതിതുകൊണ്ടാണ്. വിദ്യാഭ്യാസം കൂടുന്തോറും മതത്തിനല്ല ധർമ്മത്തിനാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഹൈന്ദവർ ബഹുദൈവ വിശ്വാസികളല്ല, ആകെ ഒന്നേ ഉള്ളൂ, അത് ബ്രഹ്മമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. നന്ദി, നമസ്കാരം.